ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ബ്രെഡ് കോക്കനട്ട് ബോൾസ് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി 4 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ആദ്യമേ തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ഏലക്കയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ചേർക്കാം. വെറും 10 മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇനി നമുക്കിത് കയ്യിൽ വെച്ച് തന്നെ ബോൾസ് ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഒന്ന് ബോൾസായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിമിൽ ചീനച്ചട്ടി വെച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഈ ബോൾസ് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് നമ്മളൊന്ന് മറിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സൈസിൽ നമുക്ക് 4 ബ്രെഡ് വെച്ച് 10 ബോൾസ് വരെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതാ അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് കോക്കനട്ട് ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ 4 സ്ലൈസ് ബ്രെഡും കൂടി എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തൊക്കെ എടുത്ത് ഇതേപോലെ ബോളാക്കി എടുത്തിരുന്നു. അപ്പോൾ അതും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ബ്രെഡൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.